ഇജാസ് നൗഷാദ്. അടുത്ത എനിക്ക് വിളിക്കാൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടറാണ് വിഷ്ണു ശേഖര. ആളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എനിക്ക് വേറെ സുഹൃത്ത് വഴിയാണ് പരിചയപ്പെട്ടത്. ശരത്തിന്റെ കഴിഞ്ഞ വർക്ക് ചെയ്തതും അദ്ദേഹമാണ്. കുറെ അധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു സോങ് മാത്രമാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഒരു റേഡിയോക്കകത്ത് പ്ലേ ചെയ്യുന്ന ഒരു സോങ് വേണം എന്ന് പറഞ്ഞൊരു റെഫറൻസ് പറഞ്ഞൊരു റെട്രോ സോങ് പറഞ്ഞപ്പോൾ അതുവരെ ചെയ്തു വന്നു. ഞങ്ങൾ ഒരുപാട് മ്യൂസിക്കിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തും തിരുത്തി കുറിച്ച് വെക്കാനാണ് ഈ പരുവത്തിലെത്തിയത്. അപ്പം ബ്രോയുടെ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മുടെ സൗണ്ട് ചെയ്തത് അരുൺ അശോകാണ്. ആള് വിടില്ല, ആള് ഷൂട്ടിന്റെ തിരക്കിലാണ്. പിന്നെയുള്ളത് നമ്മുടെ പ്രധാന മാർവൻ എന്നുള്ള ക്യാരക്ടർ നമ്മുടെ ഷിൻസേനാണ്. ഷിൻസേന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റാണ് വിളിക്കുന്നത്. അതാണ് എനിക്ക് ഷിൻസേനോട് പ്രത്യേകം പറയാനുള്ളത്. അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഒരു നാളെ ഷൂട്ടാണെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് വരാൻ ഒരു ആർട്ടിസ്റ്റിന് ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം വരാൻ പറ്റിയില്ല. ഇത്രയും വലിയൊരു റോള്, അതും ഒരുപാട് ഡയലോഗുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരാളെ ഞാൻ എങ്ങനെ കണ്ടെത്തും എന്ന് വിഷമിച്ചിരുന്ന സമയത്ത് നമ്മുടെ ബേസിൽ എന്ന് പറഞ്ഞ സുഹൃത്ത് പറഞ്ഞു, പുള്ളിയുടെ ഫ്രണ്ടാണ് ഷിൻസേനാണ്, വിളിച്ചാൽ മതി വരും എന്ന് പറഞ്ഞു. ഞാൻ ഷിൻസേനെ വിളിച്ചിട്ടേനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് വിളിക്കുമ്പോൾ ഏതൊരു മനുഷ്യർ ഒരു ഈഗോ ഉണ്ടാവേണ്ടതാണ്. നീ അങ്ങനെ പക്ഷെ ആ ഒരു ഈഗോ കാണിക്കാതെ വന്നു. അത്രയും നീളമുള്ള ഡയലോഗുകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പഠിക്കുകയും അത് കൃത്യമായിട്ട് നമുക്ക് ഡെലിവറി തരികയും ചെയ്തു. അതിന് ചേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട്. അടുത്തത് നമ്മുടെ നിവിൻ, നമ്മുടെ രഞ്ജന്റെ ചെറുപ്പം ചെയ്ത നിവിനാണ്. നിങ്ങളെല്ലാം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ആളെ. ആള് ഈ ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം നല്ല ഫേമസ് ആണ്. സിനിമകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോണി നമ്മുടെ എൻ്റെ സുഹൃത്താണ്, ക്ലാസ്മേറ്റാണ്. റോണി ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഇനി നമ്മുടെ തുള്ളൽ ചെയ്ത ദേവിദാസ്, നമ്മുടെ തുള്ളൽക്കാരനാണ് ദേവിദാസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ട തുള്ളൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമാറ്റിക് ആയിട്ട് നമ്മൾ ഓൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിലും ദേവിദാസിന്റെ ശരിക്കുള്ള തുള്ളൽ കാണാൻ നല്ല ഭംഗിയാണ്. അത് അവിടെ വന്ന ആൾക്കാർ ശരിക്കും കൈകൂപ്പി എന്ന് അവർ ശരിക്കും ആസ്വദിച്ച് തന്നെ കണ്ടതാണത്. ഇനി എൻ്റെ നമ്മുടെ നാഷണൽ ഡിപ്പാർട്ട്മെന്റ് ചീഫ് അസിസ്റ്റന്റ് ഡയറക്ടർ അബ്ദു അസ്ലം. ആള് തലവര സിനിമയുടെ റൈറ്ററാണ്. അസോസിയേറ്റ് ആനന്ദ് മോഹൻ. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ശ്രീരാജ് സജി, ക്രിസ്റ്റഫർ വർഗീസ്. ഇവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട്. ഉറപ്പൊന്നുമില്ലാതെ കഷ്ടപ്പാടില്ലാതെ ഞാൻ ആരും പ്രത്യേകിച്ച് പറയുന്നില്ല. നമ്മുടെ അസോസിയേറ്റ് DAPs ഉണ്ടായിരുന്നു രണ്ടുപേരും, അജിത്ത് KK. അവർ രണ്ടുപേരും തിരക്കിലാണ്. അജിത്തും ബിബിനും അവർ രണ്ടുപേരും തിരക്കിലാണ്, ഷൂട്ടിലാണ്. പിന്നെ ആർട്ട് ടീം, അതിൽ നമ്മൾ പ്രദീപ്, അമർ, ജയപ്രകാശ്, അപ്പു. ഇത് നമുക്ക് പ്രൊഡക്ഷൻ കൺട്രോളർ എൻ്റെ ബ്രദറാണ് കിരൺ K രവീന്ദ്രൻ. ആള് പ്രൊഡക്ഷൻ കൺട്രോളാണെങ്കിൽ ഓടുന്നതായിരുന്നു. എല്ലാവർക്കും ഓടിയായിരുന്നു. ഞാൻ ഒരുപാട് പണി ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് VFX ടീം ആകാശ് നന്ദു, അമല. ഇവർ ചെയ്ത വർക്ക് ആക്ച്വലി നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. VFX ടീം ചെയ്ത് നമുക്ക് ആ പ്രോത്സാഹനത്തിനെ പറ്റിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തെന്ന് ഒരുപാട് നന്ദിയുണ്ട്. ലാസ്റ്റ് മിനിറ്റ് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു തന്നെയാണ് അതൊക്കെ. നമുക്ക് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ പോസ്റ്റർ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അത് നമുക്ക് ചെയ്തത് നമ്മുടെ ശരൺ എസ്മെനാണ്. ചൈപോപ്പ് സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട്. അപ്പം ഇവർക്കെല്ലാം എനിക്ക് നമ്മുടെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ തീർച്ചയായും വരുമെന്നറിയാം. പക്ഷെ നിങ്ങൾക്ക് ആർക്കും ഇതുമായിട്ട് വേറെ രീതിയിൽ കണക്ഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് വേണ്ടിയിട്ട് ഈ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തിലൂടെ വന്നുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ആരെങ്കിലും സംസാരിക്കേണ്ടതുണ്ട്? മൈക്കെടുത്ത് സംസാരിച്ച് വലിയ ശീലമില്ല. അതെ, 2013 തൊട്ടുള്ള ബന്ധമാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് സീനിയർ ആയിരുന്നു.
അപ്പോൾ അന്ന് ഞാൻ പുള്ളി ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യാൻ പുള്ളിയുടെ അടുത്ത് അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു തുടങ്ങിയ ബന്ധമാണ്. പിന്നെ അഭിനയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് അസോസിയേഷൻ്റെ ഫോണിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കി ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ പുള്ളി മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് സിനിമോഗ്രാഫർ ആവാൻ വേണ്ടി. അങ്ങനെയാണ് ക്യാമറമാൻ ആവാൻ വേണ്ടി വന്നത്. അതേപോലെ ഇദ്ദേഹം റൈറ്റർ ആവാൻ വേണ്ടി ഇങ്ങനെ ചാൻസ് ചോദിച്ചു നടന്നിട്ടുണ്ട്. പുള്ളി സ്ക്രിപ്റ്റൊക്കെ അത്യാവശ്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പഴയ ഡയറക്ടറോട് ലെറ്റർ എഴുതി വെക്കുന്ന ആളാണ്. അപ്പോൾ ഓക്കെ ശരി, എനിക്ക് ക്യാമറമാൻ ആണെങ്കിൽ ഞാൻ വേറെ ആളെ മോട്ടിവേറ്റ് ചെയ്യണം, പുള്ളിക്ക് റൈറ്ററാണ് വേറെ ആളെ മോട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്താൽ പുള്ളിക്ക് ഡയറക്ടർ എനിക്ക് ക്യാമറമാനാവാമല്ലോ. അപ്പോൾ ഇത് തുടക്കമാണ്, ഫസ്റ്റ് ഒരുമിച്ച് ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ ഇനിയും സിനിമയൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ കാര്യമായിട്ട് കുറേ സീറ്റുണ്ട്, ഇതൊക്കെ ഇല്ലാക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കുറേ നടക്കട്ടെ എന്നും. പിന്നെ ജൂഡേട്ടൻ ഇല്ലായതുകൊണ്ടാണ് ഈ വർക്ക് ആക്ച്വലി നടന്നത്. നമ്മൾ കുറേ സ്ഥലത്ത് പുള്ളിയുടെ പേര് പറഞ്ഞിട്ട് ആൾക്കാർ ഇന്നാക്കിയിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഏറ്റവും തിരക്കുള്ള ആൾ ഇദ്ദേഹമാണ്. പക്ഷേ പുള്ളി നമ്മൾ മെസ്സേജ് അയക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം പറയുമ്പോഴും കറക്റ്റായിട്ട് നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെയാണ് ജോസഫ് എന്നൊക്കെ ഫേസ്ബുക്ക് സെർച്ച് ചെയ്ത് ചാൻസ് വെച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ മെയിൻ ലീഡ് ജോർജ് ഗോര, പുള്ളി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ തിരക്കായിട്ട് വരാൻ പറ്റിയില്ല. പുള്ളിയും ഇതുവരെ ചെയ്തതിൽ നിന്ന് മാറിയിട്ടൊരു പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നോർമലി ഒരാളെ കാണുന്ന പോലെ അല്ലാതെ കാണിക്കാനാണ് ആക്ച്വലി ട്രൈ ചെയ്യുന്നത്. ഇത് ഒരു പരിധിവരെയൊക്കെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. കൂടുതൽ രണ്ട് വാക്ക് പറഞ്ഞ് ഞാനും ഇതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഷോർട്ട് ഫിലിം ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ അത്രയും എന്താ പറയുക, അങ്ങനെ ഞാൻ ചെയ്ത രണ്ട് ഷോർട്ട് ഫിലിം ഇപ്പോഴും യൂട്യൂബിലുണ്ട്. ഒരു യെല്ലോ പെൻ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമും നക്ഷത്രങ്ങൾ രാജകുമാരൻ എന്നുള്ളത്. അപ്പോൾ അന്നൊക്കെ ആ ഷോർട്ട് ഫിലിം കഴിഞ്ഞ് നമ്മളത് നമ്മുടെ ഫാമിലീസിനെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചൊരു പ്രിവ്യൂ അല്ലെങ്കിൽ അവർ കാണുമ്പോണ്ടാകുന്ന സന്തോഷമൊക്കെ നേരിട്ട് അനുഭവിച്ചതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഒരു പടം ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഭയങ്കര ഇതുണ്ട്. അതുവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരും ഫാമിലിയൊക്കെ ഉണ്ട്. അത് എനിക്ക് ശരിക്കും ഞാൻ നേരിട്ട് അനുഭവിച്ചൊരു ജീവിതയാത്രയാണ്. അപ്പോൾ അതുകൊണ്ട് ആര് എപ്പോൾ ഒന്ന് വിളിച്ചാലും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ നോക്കാറുണ്ട്. കാരണം ഇന്ന് പ്രോത്സാഹനം ചെയ്ത അരുണിൻ്റെയും ടീമിൻ്റെയും ദിവസമാണ്. ഇതുപോലെ അരുൺ ചെയ്യുന്നൊരു വലിയ സൂപ്പർ ഹിറ്റ് സിനിമ ഇതുപോലെ തന്നെ ഇതേ തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഷോയ്ക്ക് വരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ തന്നെ പറഞ്ഞ പോലെ ഞാൻ ഇതിൽ ലാസ്റ്റ് മിനിറ്റ് വന്ന് ചേർന്ന ആളാണ്. അപ്പം അതിൽ എനിക്കിത് കാണുമ്പോൾ എൻ്റെ പെർഫോമൻസിൽ ആ അവസാനം വന്ന് ചേർന്നതിൻ്റെതായ പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്, അവർക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാവരും നല്ല മികച്ച രീതിയിൽ മ്യൂസിക്കൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അതുപോലെ ക്യാമറ, എനിക്ക് കൂടുതൽ ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ പറയാനറിയില്ലായിരിക്കും. മൊത്തത്തിൽ എന്താ പറയുക, ബേസിൽ പറഞ്ഞിട്ടാണ് ബേസിലാണ് ആദ്യം വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിക്കും, പെട്ടെന്നൊരു ഇത് വന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പോകുന്നതാണ്. പക്ഷേ ഒരു യാത്രയും വെറുതെ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഒരു നല്ല തുടക്കമാകും. അരുണിനും അരുണിൻ്റെ ക്രൂവിനും ഒക്കെ ഇത് നല്ലൊരു ഗംഭീര തുടക്കമാവട്ടെ. എല്ലാവിധ ആശംസകളും. എനിക്കും അരുണിൻ്റെ കൂടെ ഇനിയും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റട്ടെ. പിന്നെ അതിന് മുന്നേ അത് ചെയ്യുന്നതിന് മുന്നേ ജൂഡ് ബ്രോയായിട്ട് ഞങ്ങൾ ആശയകാലത്തിൻ്റെ സെറ്റിൽ ഞാൻ അന്നാണ് കുറേ ഇപ്പോൾ ഡിഒപി പറഞ്ഞ പോലെ ഞാനും കുറേ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് മുമ്പ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുമ്പോൾ വളരെ സന്തോഷം. അതുപോലെ നമ്മുടെ പ്രധാന നായകൻ ജോർജ് കോര ആള് വരാനിരുന്നതാണ്. ആൾക്കൊരു ലാസ്റ്റ് മിനിറ്റ് ഒരു എമർജൻസി, ഒഴിവാക്കാൻ പറ്റാത്തൊരു എമർജൻസി വന്നതുകൊണ്ട് ആൾക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റിയില്ല. ആൾക്ക് ഒരുപാട് സങ്കടമുണ്ട്. എങ്കിൽ പോലും നിങ്ങളെല്ലാം വന്നതിലും പ്രിവ്യൂവിൽ പങ്കെടുത്തതിലും ഒക്കെ നിങ്ങളോട് നന്ദി പറയണമെന്ന് ഓൾറെഡി ജോർജ് എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വിജയ ചേച്ചി നമുക്ക് ഇതിനകത്ത് ഫോട്ടോ തന്ന് ഭിത്തിയിൽ മരിച്ചു നിന്നിട്ടുണ്ട്. വിജയാസദൻ ചേച്ചിയും ശരിക്കും പറഞ്ഞ ഇതിലെ ഒരു ക്യാരക്ടറാണ്. ആ പെൺകുട്ടി പറയുന്ന കഥയിലെ ചിറ്റ അല്ലെങ്കിൽ ഒരു അമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ വിജയ ചേച്ചിയാണ്.
അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് വിധിയിൽ കയറിയിരിക്കുന്ന വേറെ ആൾ നമ്മുടെ ശിവാഹരിഹരനാണ്. ആൾക്കും ഷൂട്ടിന്റെ തിരക്കുണ്ടായതെന്ന് വരാൻ പറ്റിയില്ല, ലാസ്റ്റ് മിനിറ്റ് വരാൻ പറ്റാതായതാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിക്കണം. നെക്സ്റ്റ് മന്ത് തന്നെ യൂട്യൂബിൽ റിലീസ് ഉണ്ടാവും. അപ്പം നിങ്ങൾ മാക്സിമം ഇവിടെ കണ്ടു എന്നത് നിങ്ങൾ യൂട്യൂബിൽ കയറി കാണുക. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്ക് അടുത്തൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഊർജ്ജമൊക്കെ ഇതിൽ നിന്നാണ് കിട്ടുന്നത്. എന്നാലും അടുത്ത മാസം ഉണ്ടാവും റിലീസ്, നെക്സ്റ്റ് മന്ത് ഉണ്ടാവും. താങ്ക് യു. ഇങ്ങോട്ട് കയറി ഉള്ളോട്ട് കയറി മോളത്തറ വരും.